ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്താണെന്നല്ലേ, നിങ്ങൾ തമ്പനിയിൽ കണ്ടാൽ തന്നെ മനസ്സിലാക്കണം. എന്നാലും ഞാൻ പറയാം, നമ്മൾ അധികം ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് ഒരു ബോളിംഗ് മെഷീൻ നിർമ്മിക്കാം. എന്താണെന്നല്ലേ, അപ്പം നമ്മുടെ ബോൾ ഇങ്ങനെ നല്ല സ്പീഡായിട്ട് വരും. നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു മെഷീൻ, നമ്മൾ ക്രിക്കറ്റ് ചെയ്യണം, ബോൾ നല്ല സ്പീഡായിട്ട് വരും. അപ്പോൾ അധികം ചിലവില്ലാത്ത രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ? അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും കാണും. ഇഷ്ടമുള്ളവർ ഒരു ബ്ലൂ ഹാർട്ട് കമൻറ്റ് ചെയ്തോണേ. അപ്പം എന്തോന്നു, ഇപ്പോൾ ആരെങ്കിലും കളിക്കാൻ വിളിച്ചാലും അവർ വരില്ല. അവർ എന്തോന്നു വേറെ വേറെ കാര്യങ്ങളൊക്കെ ബിസി ആയിട്ട് എൻഗേജ്ഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ക്രിക്കറ്റ് കളിക്കാൻ ബോളിംഗ് മെഷീൻ നിർമ്മിക്കാം. ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പക്ഷെ അധികം ചിലവൊന്നുമില്ല, അത്രയും പാടുമില്ല. നമുക്ക് എളുപ്പമായിട്ട് ഒറ്റയ്ക്ക് തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം. ഗൈസ്, അപ്പം നമുക്ക് നേരെ പരിപാടി തുടങ്ങാം. കമോൺ. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് 75 mm നമുക്ക് പൈപ്പ് പീസ്, ഇതേപോലെ ഒരു എൽബോ, പിന്നെ കുറച്ച് നീളമുള്ളൊരു പൈപ്പ്, പിന്നെ ഒരു ചെറിയ പൈപ്പ്, പിന്നെ നമുക്ക് 2 വലിയ മോട്ടർ വേണം. ഇത് ഞാൻ വെച്ചതാണ്, ഇത് എന്നാണെന്ന് വഴി പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് 2 വലിയ മോട്ടർ, പിന്നെ നമ്മുടെ സൈക്കിളിൻ്റെ ബാലൻസ് വീലില്ലേ, നമ്മുടെ കൊച്ചു പിള്ളേരൊക്കെ സൈഡിൽ കാണുന്ന ബാലൻസ് വീല്, അടുത്തതാണ് കാണിച്ചു തരാം. അതുകൊണ്ട് അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ ട്യൂബ് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇങ്ങനെ ശരി ഒരു വീലിൻ്റെ ലുക്കിൽ അപ്പം നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്, നമ്മളെ വീലിന് വേണ്ടി. എന്നിട്ട് നമ്മുടെ മോട്ടറുണ്ടല്ലോ, ആ മോട്ടറിൽ നമ്മുടെ ഇതുപോലത്തെ ഓക്സിജൻ പൈപ്പുണ്ട്, നമ്മുടെ അക്വേറിയം ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നത്. അതിങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീലിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരും ഇതേപോലെ. ആ ഗ്യാപ്പിൽ നമ്മുടെ ഒരു പേനയുടെ ബോഡി ഇതേപോലെ കയറ്റി വെച്ചിട്ട് അതിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ മോട്ടർ കയറില്ല. അപ്പോൾ ആ ഓക്സിജൻ പൈപ്പ് സാധനം ഇവിടെ വെച്ചിട്ട് അതിലിങ്ങനെ കയറ്റും. അപ്പോൾ നല്ല സ്യൂട്ടായിട്ട് ഇരിക്കും. അങ്ങനെയാണ് ഈ സാധനം ഇരിക്കുന്നത്. ബാക്കി നമുക്ക് വഴിയെ പോകണം എടുത്ത് പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ മോട്ടറിൽ ട്യൂബ് വെക്കണമെന്ന് പറഞ്ഞില്ല. അപ്പം ഇവിടെ ഇത് നല്ല സ്യൂട്ടായിട്ടിരിക്കും, അതുകൊണ്ട് നല്ല വില കയറിയിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് അല്ല. അപ്പോൾ കറക്കിയാൽ ഇത് ടയർ മാത്രമേ ഇറങ്ങുള്ളൂ, നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റ് ഇറങ്ങില്ല. അപ്പം നമ്മൾ ഒരു ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് നമ്മുടെ പേനയുടെ ബോഡിയിൽ ഒട്ടിച്ച് ഇവിടെ നല്ല ടൈറ്റ് ആക്കിയിരിക്കും. ഗൈസ്, അപ്പം നമ്മുടെ മോട്ടറിൽ നമ്മുടെ ഓക്സിജൻ ട്യൂബ് ഒട്ടിച്ചിട്ടുണ്ട്, നമ്മുടെ ടയറിൽ 2ലും നമ്മുടെ പേനയുടെ ബോഡി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോട്ടർ വയ്ക്കാം. സിമ്പിളാണ്. നമുക്ക് അടുത്ത ആവശ്യമുള്ള സാധനം നമ്മുടെ ഫ്രെയിം വേണം. നമ്മുടെ സാധാ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പൈപ്പ്, അതിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ അടിക്കണം, നമ്മുടെ മോട്ടർ കയറ്റി വയ്ക്കാൻ വേണ്ടി. ഇങ്ങനെ അകത്തോട്ട് കയറ്റി വയ്ക്കാം. പിന്നെ ഇതേപോലെ ഒരു യു പോലത്തെ ഒരു ക്ലാമ്പ് അടിച്ചു കഴിഞ്ഞാൽ വേറൊരു പൈപ്പിലോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വഴി കാണിച്ചു തരാം. പിന്നെ നമ്മുടെ മോട്ടറിൻ്റെ ഇവിടുത്തെ ഈ റൗണ്ടിൻ്റെ അളവിന് ഇവിടെ ഒരു ഹോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ 2 സ്ക്രൂവിൻ്റെ അളവിന് ഇവിടെ 2 ഹോള്, അതേപോലെ 2 സൈഡിലും അടിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു 2 പൈപ്പല്ല നമ്മുടെ കമ്പി, ഇരുമ്പിൻ്റെ 2 കമ്പി 2 സൈഡിലോട്ട് വയ്ക്കണം. നമ്മുടെ പൈപ്പ് ഇങ്ങനെ വയ്ക്കണം. നമ്മുടെ PVC പൈപ്പ് നേരത്തെ കാണിച്ചില്ല, ആ PVC പൈപ്പ് ഇങ്ങനെ വയ്ക്കാൻ വേണ്ടി അവിടെ ഒരു ഇതുപോലത്തെ 2 കമ്പിയാണ്. വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഗൈസ്, അപ്പം നമ്മുടെ മോട്ടർ സെറ്റായിട്ടുണ്ട്. പിന്നെ മോട്ടർ സ്ക്രൂ ചെയ്യാൻ കുറച്ച് സ്ക്രൂകൾ വേണം, കാണിച്ചു തരാം. ഇതുപോലത്തെ കുറച്ച് സ്ക്രൂകൾ വേണം നമ്മുടെ മോട്ടറിൽ സ്ക്രൂ ചെയ്യാൻ. പിന്നെ ഒരു ട്യൂബ് കഷ്ണം വേണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മോട്ടർ ഇങ്ങനെ എടുത്ത് നമ്മുടെ ഫ്രെയിമിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും ഇവിടെ. അപ്പം നമ്മുടെ ഒരു ട്യൂബ് ഏകദേശം ഈ ഷേപ്പിൽ 2 ഹോൾ ഇടണം. എന്നിട്ട് ഇതിലോട്ട് ഇങ്ങനെ വെക്കാൻ കണക്കിന് സെറ്റ് ചെയ്യണം. അതല്ല, ഇങ്ങനെ വെക്കണം. അപ്പം വൈബ്രേഷൻ കുറഞ്ഞിരിക്കും. പിന്നെ നമ്മുടെ ഇങ്ങനെ വയ്ക്കുമ്പോൾ
കറക്റ്റ് ലെവലായിട്ടിരിക്കും. അപ്പം നമ്മുടെ വേറൊരു കഷ്ണം ട്യൂബ് കൂടെ എടുത്ത് ഇങ്ങനെ വയ്ക്കും. അപ്പോൾ മോട്ടർ കുറച്ച് ചരിഞ്ഞിരിക്കും. അത് നമ്മുടെ ബോളിന് കുറച്ചുകൂടെ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഒരു ഇതായിരിക്കും. അത് നമുക്കിനി ചെയ്യുമ്പോൾ കാണിച്ചില്ല, ഇല്ലെങ്കിൽ മനസ്സിലാവും. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിനി നമ്മുടെ മോട്ടർ ഫ്രെയിമിലോട്ട് സ്ക്രൂ ചെയ്ത് വയ്ക്കാം, നമ്മുടെ ട്യൂബ് നേരത്തെ കാണിച്ചത് വെച്ച്. ഓക്കെ അപ്പം നമ്മുടെ മോട്ടറെല്ലാം സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബോൾ കാണിച്ചു തരാം. നമ്മുടെ ബോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ടിരിക്കണം. അപ്പം നമ്മുടെ രണ്ട് മോട്ടറും രണ്ട് ഡയറക്ഷനിൽ കറങ്ങുമ്പോൾ തിരിച്ച് പോരണം. അതാണ് ഇത്രയും ടൈറ്റായിട്ടിരിക്കുന്നത്. നമ്മുടെ മോട്ടർ ഇങ്ങനെ കറങ്ങുമ്പോൾ അതിങ്ങനെ തെറിച്ച് പോകണം. അതാണ് നമ്മുടെ മെക്കാനിസം. ഓക്കെ, നമുക്കിനി പൈപ്പ് സെറ്റ് ചെയ്യണം ഇതിൻ്റെ ഇടയ്ക്ക്. ഗൈസ്, അപ്പോൾ നമ്മുടെ നേരത്തെ കാണിച്ച പൈപ്പിൽ ഹോൾ അടിക്കണം. കാണിച്ചത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയും നീളത്തിന് ഇത്രയും വീതിക്ക് രണ്ട് സൈഡിലും അടിക്കണം. എന്തിനാണെന്ന് നമ്മുടെ വീല് ഇങ്ങനെ കറക്റ്റായിട്ട് അകത്ത് കയറിയിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഇതിങ്ങനെ കറങ്ങുന്ന സമയത്ത് ബോളകത്തൂടെ വരും, നമ്മുടെ വീൽ തട്ടി പിടിച്ചു. അങ്ങനെയാണ് വീലകത്ത് ഇങ്ങനെ കറങ്ങണം. അതേപോലെ രണ്ട് സൈഡിലും ഹോൾ അടിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ പൈപ്പ് ഇതിലോട്ട് സെറ്റ് ചെയ്യണം. അതിന് നമ്മുടെ വീലൊക്കെ ഇളക്കിയെടുക്കാം. വീലിളക്കി എടുത്തിട്ട് ഏകദേശം നമ്മുടെ വീൽ എവിടെയാണോ വരണത്, വീല് നമ്മുടെ പൈപ്പിൽ തട്ടാൻ പാടില്ല. ആ കണക്കിന് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, വീല് തട്ടണില്ലെന്ന് ഉറപ്പുവരുത്തി. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്യാം. നമുക്ക് തൽക്കാലം ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് വയ്ക്കാം. നമ്മുടെ പൈപ്പ് ഇതിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ പൈപ്പ് ഇതെല്ലാം സെറ്റ് ചെയ്യാൻ. ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും, പിന്നെ നമുക്ക് ബോൾ ഇതുവഴി ഇടാൻ എളുപ്പത്തിന്. ഇത് ഇതുവഴി ഇടുമ്പോൾ കറക്റ്റ് നല്ല സ്പീഡായിട്ടൊന്ന് ഇടാം. അത് നല്ല സ്പീഡായിട്ട് കളിച്ച് വെക്കാം. ഇനി വേറൊരു ചെറിയ പീസ് കൂടെ വയ്ക്കാം. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ഇതിന് ഫ്രെയിമിലോട്ട് വേറെ ഒരു അലുമിനിയം പൈപ്പിലോട്ട് സെറ്റ് ചെയ്യണം. ഇതിനെങ്ങനെ വയ്ക്കാൻ പറ്റും. പക്ഷേ ഇതൊരു ബോളിനേക്കും തെറിച്ചതൊരു പോരും. എന്നിട്ട് താഴെ ഒരു സ്റ്റാൻഡിന് വേണ്ടി ഒരു അലുമിനിയം പൈപ്പ് വെക്കണം. അപ്പോൾ നമ്മൾ ഈ യു ക്ലാമ്പ് പഠിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ താഴോട്ട് മേളത്തിൽ പോയിൻ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് നമ്മൾ യു ക്ലാമ്പ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇങ്ങനെ ഒരു പൈപ്പ് വെച്ചിട്ട് താഴെ ഒരു സ്റ്റാൻഡ് വയ്ക്കണം. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കാൻ വേണ്ടി. ഇത്രയും പൊക്കമല്ല, നമുക്കൊരു തറയിൽ ഇത്ര ഹൈറ്റായിട്ട് ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ പൊക്കമെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ താഴോട്ടൊരു സ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ സാധനം നമ്മുടെ ഈ പൈപ്പിലോട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് നമ്മുടെ പൈപ്പിൽ രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഈ യു ക്ലാമ്പ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി. സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പം ചെയ്ത നമ്മുടെ ഫ്രെയിം അതിൽ സെറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഈ വീലിലോട്ട് ഡിസ്ക് വീലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നാനോ കാറിൻ്റെ ഡിസ്ക് വീൽ അതാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ പൈപ്പിലോട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് 3 ഹോളുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ പൈപ്പിൻ്റെ താഴെയും ഇതുപോലെ 3 ഹോൾ ചെയ്തിട്ടുണ്ട്. ഈ ഹോളിനനുസരിച്ച് നമ്മുടെ ഡിസ്കിൻ്റെ ഹോളനുസരിച്ച് 3 ഹോൾ. അപ്പോൾ ഇതിന് നമുക്ക് ഇതിലോട്ട് സെറ്റ് ചെയ്യാം. നമുക്കിനി മോട്ടറിൻ്റെ വയറിംഗ് ആണ് പറഞ്ഞത്. അതെന്ന് വെച്ചാൽ ഒരു മോട്ടറിന് നെഗറ്റീവും പോസിറ്റീവും കറക്റ്റായിട്ട് കൊടുക്കണം, മറ്റേതിന് പോസിറ്റീവും നെഗറ്റീവും തിരിച്ചു കൊടുക്കണം. അത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഡയഗ്രാം പോലെ ചെയ്യണം. ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് ടെസ്റ്റിംഗ് ആണ് വരുന്നത്. അതിന് മുമ്പ് ഗൈസ്, ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പവർ സപ്ലൈ സ്പീഡ് 1ഉം സ്പീഡ് 2ഉം ഓൺ ഓഫ് ഉണ്ട്.
അത് സ്പീഡ് 1 എന്ന് പറയുമ്പോൾ ഏകദേശം 80 വോൾട്ട് വരും. നമ്മുടെ 12 വോൾട്ട് AC DC ആക്കിയപ്പോൾ 18 വോൾട്ട് വരും. സ്പീഡ് 2 എന്ന് പറയുമ്പോൾ 36 വോൾട്ട് DC ആണ് വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം സ്പീഡ് 1-ലിട്ടാൽ നോർമൽ, സ്പീഡ് 2-ലിട്ടാൽ നല്ല സ്പീഡ് വരും. ഓക്കെ, ഈ പവർ സപ്ലൈയുടെ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മുടെ ബോള് ഇതിലോട്ടിട്ട് കഴിഞ്ഞാൽ സ്പീഡായിട്ട് അങ്ങ് വരാം. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ വേണ്ടി നമ്മളിവിടെ ഒരു ട്യൂബ് കഷ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോള് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വൈബ്രേഷൻ കൊണ്ട് മെല്ലെ മെല്ലെ അങ്ങ് താഴ്ത്തും പോകും. നമുക്കിത് ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഒട്ടിച്ച് വയ്ക്കാം. ഓക്കെ, ഗൈസ്, നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നേരത്തെ കണ്ടിട്ടെന്ന് ആ വീഡിയോ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തതായിരുന്നു. പക്ഷേ അത് കോപ്പിറൈറ്റ് വന്നു. എന്താണ് നമ്മൾ വേറെ ചാനലിലെ അല്ല, നമ്മൾ യൂട്യൂബിൽ നിന്ന് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് എന്ന് പറഞ്ഞാൽ കിട്ടി. ആരും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് സെറ്റ് ചെയ്തു. അങ്ങനെ ആ വീഡിയോ കോപ്പിറൈറ്റ് വന്നു. പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ രണ്ടാമത് വീഡിയോ ചെയ്തത്. ഈ വീഡിയോ ഒരു മല്ലു ട്യൂൺസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ നേരത്തെ ചെയ്തിട്ടുള്ളതായിരുന്നു. ആ വീഡിയോ നമ്മളൊന്ന് ചെയ്ത് നോക്കി. എന്ന് വെച്ചാൽ അത് വർക്കാക്കുമെന്നല്ല, അത് വർക്കാകോ ഇല്ലേ നമുക്കറിയാനും വേണ്ടി. പിന്നെ നമ്മുടെ സ്കൂളിൽ എക്സിബിഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ അതിനു വേണ്ടി ചെയ്തതാണ്. മല്ലു ട്യൂൺസ് എന്ന് പറഞ്ഞൊരു ചാനലിൽ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്, പുതിയ യൂട്യൂബ് ചാനലാണ്. പിന്നെ അതിൽ ആ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഏകദേശം പേര് ലൈക്കും ചെയ്യില്ല, സബ്സ്ക്രൈബും ചെയ്യില്ല. പക്ഷേ വീഡിയോ ഫുള്ള് കണ്ടിട്ടു കേട്ടാ. അപ്പം ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ്. ബൈ ബൈ.